പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദിവ്യകാരുണ്യ വിമോചന യാത്രയുടെ 12ാമത്തെ ദിവസത്തിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് അനുഗ്രഹീതമായ ഒരു യാത്രയാണിത്. ഞാൻ എല്ലാ ദിവസവും നിങ്ങളിത് മറന്നു പോകാതിരിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മൾ ആമുഖത്തിൽ എപ്പിസോഡിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും കേട്ട് എങ്ങനെയാണ് ഈ 40 ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാനും പൂർവികമായി തലമുറകളിലൂടെ കടന്നു വന്ന തിന്മകളൊക്കെ നമ്മളിൽ നിന്ന് മാറാനും പരിശുദ്ധ കുർബാനയിലൂടെ എങ്ങനെ ഡെലിവറൻസ് പ്രാപിക്കാനും നമുക്ക് കഴിയും എന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. ഇതൊരു വലിയ ദൈവകൃപ സഭയിൽ ആകമാനം ആഞ്ഞടിക്കുന്നതിന് ഇടയാക്കും. നിങ്ങളിതിൻ്റെ ഭാഗമാകാതെ പോകരുത്. നിങ്ങൾക്ക് ഇത് മിസ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടെല്ലാം ഇത് ഷെയർ ചെയ്യണം, പറയണം. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഒത്തിരി തീക്ഷ്ണതയോടെ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് 12ാമത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ നിന്നും സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നും പഴയ നിയമത്തിലെ മന്ന എന്ന ആ ആശയം എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ പൂർത്തിയാവുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ നിയമത്തിലെ പെസഹ എങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലും ദിവ്യകാരുണ്യത്തിലും പൂർത്തിയായി എന്ന് കണ്ടു. ഇന്ന് 12ാമത്തെ ദിവസം നമ്മൾ മന്നയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മന്ന എങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ നിഴലായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. 6 കാര്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാനായിട്ടുണ്ട്. മന്നയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഒരു ചിന്ത, ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത അപ്പമാണ്. നമ്മൾ പുറപ്പാട് 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യം, കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. അതുപോലെ തന്നെ നമ്മൾ നെഹമിയായുടെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ സമാനമായ ഒരു ചിന്ത നമ്മൾ കാണുന്നുണ്ട്. നെഹമിയായുടെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, അവിടുന്ന് അവർക്ക് ആകാശത്തു നിന്ന് അപ്പവും പാറയിൽ നിന്ന് ദാഹജലവും നൽകി. എപ്പോഴും മന്നയെക്കുറിച്ച് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്ന ചിന്ത, മന്ന സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത അപ്പമായിരുന്നു. ഇതാണ് ആദ്യത്തെ ചിന്ത. ഇത് ഹെവൻലി ബ്രെഡാണ്, സ്വർഗീയ അപ്പമാണ്. ഇനി മന്നയുമായി ബന്ധപ്പെട്ട 2ാമത്തെ ചിന്ത, അത് വെളുത്ത നിറമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു. അതിന് തേനിൻ്റെ രുചിയായിരുന്നു. പുറപ്പാട് 16:31 ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേര് നൽകി. അത് കൊത്തമ്പാലരി പോലെ ഇരുന്നു. വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ളതും ആയിരുന്നു. തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചി. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. മരുഭൂമിയിലൂടെയാണ് യാത്ര. ഈ യാത്ര കാനാൻ ദേശത്തേക്കാണ്. കാനാൻ ദേശത്തെ യഹൂദൻ മനസ്സിലാക്കിയിരുന്നത് പാലും തേനും ഒഴുകുന്ന നാട് എന്നാണ്. അപ്പോൾ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഈ യാത്രയിൽ കിട്ടുന്ന സസ്റ്റനൻസ്, ഇവരുടെ സർവൈവലിന്, അതിജീവനത്തിന് കിട്ടുന്ന അപ്പം തേനിൻ്റെ രുചിയുള്ളതാണെന്ന് പറഞ്ഞാൽ അതിനെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഇവരെത്തിച്ചേരാൻ പോകുന്ന പാലും തേനും ഒഴുകുന്ന ആ വാഗ്ദത്ത ദേശത്തിൻ്റെ മുൻ ആസ്വാദനം, ഫോർടേസ്റ്റാണ് ഈ മന്ന. മുൻ ആസ്വാദനമാണ്. അതായത് ഈ മന്ന ഓരോ ദിവസവും ഭക്ഷിക്കുമ്പോൾ തേനിൻ്റെ രുചി അകത്തേക്ക് വരുമ്പോൾ അവർ ചിന്തിക്കും, ഞങ്ങൾ പാലും തേനും ഒഴുകുന്ന ഒരു നാട്ടിലേക്കാണ് പോകുന്നത്. അവർ പ്രാപിക്കാൻ പോകുന്ന വാഗ്ദാനത്തിൻ്റെ മുന്നാസ്വാദനമായിരുന്നു മന്ന. 3ാമത്തേത്, ഈ മന്നയെ പഴയ നിയമം മനസ്സിലാക്കുന്നത് ദൈവദൂതന്മാരുടെ അപ്പം എന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത് 78-ാം
സങ്കീർത്തനത്തിലാണ്. 23, 24, 25. എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു, അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. അപ്പം മന്നയെ അവർ കണ്ടിരുന്നത് ദൈവദൂതന്മാരുടെ അപ്പം ആയിട്ടാണ്, ബ്രെഡ് ഓഫ് ദി ഏഞ്ചൽസ് ആണ്, മാലാഖമാരുടെ അപ്പമായിട്ടാണ് അവർ മന്നയെ മനസ്സിലാക്കിയിരുന്നത്. ഇത് തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലും കാണാൻ പറ്റും. ജ്ഞാനം 16:20. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അവിടുന്ന് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവർക്ക് നൽകി. ദൈവദൂതന്മാരുടെ അപ്പമാണ് ഇത്. ഇനി 4-ാമത്തെ ആശയം, മന്നായുമായി ബന്ധപ്പെട്ട് കാണുന്ന 4-ാമത്തെ ആശയം, ഇത് ഈ എല്ലാ ദിവസവും അവർ ശേഖരിക്കണമായിരുന്നു. അതായത് നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. അന്നന്നത്തെ അപ്പമാണിത്, ഡെയിലി ബ്രെഡാണ്. എന്ന് വെച്ചാൽ അവരിത് ഇന്നെടുത്ത് ശേഖരിച്ച് വെച്ചാൽ നാളെ അത് പൂത്തുപോവുകയും പുഴുവരിക്കുകയും ചെയ്യും. ആകെ അവർക്ക് പിറ്റേ ദിവസത്തിന് വേണ്ടി മാത്രം ശേഖരിക്കാൻ അനുവാദമുണ്ടായിരുന്നത് സാബത്തിന് ഒരുക്കമായി 6-ാം ദിവസം സാബത്ത് ദിവസത്തേക്ക് വേണ്ടിയുള്ളത് ശേഖരിക്കാം. അപ്പോൾ ഇത് ഡെയിലി ബ്രെഡാണ്, അതായത് ഓരോ ദിവസവും അവർ സ്വീകരിക്കേണ്ട അപ്പമാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട 4-ാമത്തെ ചിന്ത. ഇനി 5-ാമത്തെ ചിന്ത, മോശ അവരോട് പറയുകയാണ്, വരുംകാല തലമുറകൾക്ക് കാണാൻ വേണ്ടി നിങ്ങളിതെടുത്ത് സൂക്ഷിച്ചു വെക്കണം. പുറപ്പാട് 16:34 കാണുന്നത്. നിങ്ങളിത്, അതുകൊണ്ട് അവരൊരു സ്വർഗീയ ഒരു സ്വർണ്ണ പേടകത്തിനകത്ത് മന്ന സൂക്ഷിച്ചു വെച്ചു എന്ന് നമുക്ക് കാണാം. 6-ാമത്തെ കാര്യം, ഇത് യാത്രയിൽ അവർക്ക് ദൈവം കൊടുത്ത പാഥേയമാണ്, അതായത് വഴിച്ചോറാണ്, അല്ലെങ്കിൽ യാത്രാഭക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെ 6 കാര്യങ്ങൾ മന്നായുമായി ബന്ധപ്പെടുത്തി പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദിവ്യകാരുണ്യവുമായിട്ട് മന്നായെ ബന്ധപ്പെടുത്തുന്നത് ചോദിച്ചാൽ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, ഈശോ തന്നെ മന്നായായിട്ട് അവതരിപ്പിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള മന്നായാണ്. പഴയ നിയമത്തിലെ മന്ന ജീവനില്ലാത്ത അപ്പമാണ്. എന്നാൽ പുതിയ നിയമത്തിലെ മന്നായായ യേശു ജീവനുള്ള അപ്പമാണ്. ഇത് അപ്പോൾ ഈശോ തന്നെയാണ് താൻ ജീവനുള്ള മന്നായാണെന്ന് പറഞ്ഞത്. ഈശോയാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യണം എന്ന അർത്ഥത്തിൽ അവിടെ സംസാരിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1-ാം നൂറ്റാണ്ടൊക്കെ എത്തുമ്പോഴേക്കും ന്യൂ ടെസ്റ്റമെൻറ്റ് ടൈംസിൽ യഹൂദ റബ്ബിമാർ പഠിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഈ മെസ്സിഹ പുതിയ മോശ ആയിരിക്കും. മെസായ വിൽ ബി ന്യൂ മോസസ്, പുതിയ മോശ ആയിരിക്കും. അതുകൊണ്ട് പഴയ മോശ മരുഭൂമിയിൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കിയതുപോലെ പുതിയ മോശയായ മെസ്സിഹ മന്ന ഇറക്കിക്കൊണ്ടുവരും എന്ന ഒരു വിശ്വാസം 1-ാം നൂറ്റാണ്ടിലെ യഹൂദ റബ്ബിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ബ്രാൻ പിത്രെ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ വിശുദ്ധ കുർബാനയുടെ യഹൂദ വേരുകൾ, ജൂയിഷ് റൂട്ട്സ് ഓഫ് യൂക്കരിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഈ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ റബ്ബിമാരുടെ വിശ്വാസം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഇത് ദിവ്യകാരുണ്യം മന്നായാണ്, പുതിയ മന്ന. ഏതെല്ലാം രീതിയിലാണ് അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെ ഈ കണ്ണിലൂടെ നമ്മൾ കാണേണ്ടത്? ഒന്നാമത്തേത്, ഇത് സാധാരണ ഒരപ്പമല്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് സ്വർഗീയ അപ്പമാണ്, ഹെവൻലി ബ്രെഡാണ്. അതുകൊണ്ട് അത് നമ്മൾ നിസ്സാരമായോ ഉദാസീനമായോ കുർബാന ഭക്ഷിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഹെവൻലി ബ്രെഡ്. രണ്ടാമതായിട്ട്, ഇത് നമുക്ക് ദൈവം തരാൻ പോകുന്ന സ്വർഗീയ കാനാൻ്റെ മുന്നാസ്വാദനമാണ്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ
പങ്കെടുക്കാൻ പോകുന്ന വിശ്വാസിക്ക് കർത്താവ് തരുന്ന മുന്നാസ്വാദനമാണ് വിശുദ്ധ കുർബാന. വരാൻ പോകുന്ന ആ വാഗ്ദത്ത സ്വർഗീയ വാഗ്ദത്തങ്ങളുടെ ഫോർടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും ഇങ്ങനെ ലത്തീൻ ക്രമത്തിൽ പ്രാർത്ഥിക്കും. എന്താണ്? കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന വെളിപാട് പുസ്തകത്തിലെ വാക്യം ആവർത്തിക്കും. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വരാൻ പോകുന്ന സ്വർഗീയ കൃപകളുടെ മുന്നാസ്വാദനമാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവം സ്വർഗം തന്നിരിക്കുന്ന വാഗ്ദത്തം വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. മൂന്നാമതായിട്ട്, ഇത് മാലാഖമാരുടെ അപ്പം എന്ന് പറഞ്ഞാൽ ഇത് മാനുഷികമായ ഒരു അപ്പമല്ല. ഇത് മാലാഖമാർ പോലും അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന അപ്പമാണ്. നാലാമതായിട്ട്, നമ്മൾ എല്ലാ ദിവസവും ഈ സ്വർഗീയ അപ്പം മന്ന പോലെ തന്നെ സ്വീകരിക്കണം. അത് മന്നയാണെങ്കിൽ അതെല്ലാ ദിവസവും ഓരോ ദിവസവും വർഷിക്കപ്പെട്ടെങ്കിൽ നമ്മൾ കർത്താവ് ഈശോ നമ്മളോട് പറഞ്ഞ പോലെ ഈശോയുടെ ശരീരരക്തങ്ങൾ എല്ലാ ദിവസവും സ്വീകരിക്കണം. അത് ഡെയിലി ബ്രെഡാണ്. നമ്മൾ ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കാണുന്നില്ലേ? എന്താണ്? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഗീവ് അസ് ദിസ് ഡേ അവർ ഡെയിലി ബ്രെഡ്. ആ ഡെയിലി ബ്രെഡ്, അന്നന്ന് വേണ്ട ആഹാരം എന്നതിന് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം എന്ന അർത്ഥത്തിലുള്ള വാക്കല്ല. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അത് സൂപ്പർ സബ്സ്റ്റാൻഷ്യൽ ബ്രെഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ അപ്പം, സൂപ്പർ നാച്ചുറൽ ബ്രെഡ്. ഈ നമ്മൾ കാണുന്ന അപ്പം പോലെയല്ലാത്ത സ്വർഗീയമായ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എല്ലാ ദിവസവും നമുക്ക് വേണ്ട ആ സൂപ്പർ സബ്സ്റ്റാൻഷ്യൽ ബ്രെഡാണ്. നമുക്ക് കിട്ടുന്ന പ്രകൃത്യാതീതമായ ആ അപ്പമാണ്, സ്വർഗീയ അപ്പമാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ കഴിയുന്നിടത്തോളം എല്ലാവരും പങ്കെടുക്കാൻ പരിശ്രമിക്കണം. ഇനി മോശ പറഞ്ഞതുപോലെ തന്നെ സൂക്ഷിച്ച് വച്ചിരിക്കുന്ന സ്വർണ്ണ പേടകമാണ് സക്രാരികൾ. മന്ന സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ആ സ്വർണ്ണ പേടകമാണ് സക്രാരികൾ. അതുകൊണ്ട് ഓരോ സക്രാരിയിലും എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥനെ കാണാനും സംസാരിക്കാനും ആരാധിക്കാനും ആരാധനാ ചാപ്പലുകളിൽ പോയി പ്രാർത്ഥിക്കാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് ഈ മന്നായുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്ന വലിയ ഒരു ആരാധനയാണ്, നല്ല ഒരു ആരാധനാ രീതിയാണ്. ആറാമത്തെ കാര്യം, ഇത് നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ആത്മീയ യാത്രയിൽ ഒരാൾക്ക് കിട്ടുന്ന, ഏലിയായ്ക്ക് കിട്ടിയതുപോലെ ഈ മടുപ്പിക്കുന്ന യാത്രയിൽ നമുക്ക് കിട്ടുന്ന ആത്മാവിൻ്റെ ഒരു എനർജിയാണ് പരിശുദ്ധ കുർബാന. ആ യാത്രാ ഭക്ഷണമാണ്. അതുകൊണ്ട് നമ്മളതിനെ വളരെ ഗൗരവമായി ഈ 6 തലങ്ങളിൽ എടുത്താൽ നമുക്ക് വലിയ ദൈവകൃപ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ ഈ 12ാമത്തെ ദിവസം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ 12ാമത്തെ ദിവസം നമ്മൾ ദിവ്യകാരുണ്യ ചിന്തകൾ സമാപിപ്പിക്കുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട ആശയം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശീർവാദത്തെക്കുറിച്ച്, ബ്ലെസ്സിങ്ങിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഈ മന്ന വർഷിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും പ്രതീകമാണ് മന്ന. ദാറ്റ്സ് എ സിമ്പിൾ ഓഫ് ബ്ലെസ്സിങ്. എവ്രി ഹെവൻലി ബ്ലെസ്സിങ് ഈസ് സമ്മറൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് മന്ന. മന്ന യഥാർത്ഥത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും, ദൈവം തരുന്ന സകല അനുഗ്രഹങ്ങളുടെയും അതിനെ ഒറ്റ വാക്കിൽ വിളിക്കാവുന്ന പേരാണ് മന്ന. ഞാൻ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും വിട്ടുപോയ ചില കാര്യങ്ങൾ നമ്മൾ ഈ മന്ന അതിനെക്കുറിച്ച് ചിന്തിച്ച ഈ ദിവസം ഒന്ന് ചേർത്ത് പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ബൈബിളിൽ അനുഗ്രഹം അല്ലെങ്കിൽ ആശീർവാദം, ദൈവത്തിൻ്റെ ആശീർവാദം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നതിന് പ്രധാനമായിട്ടും ഒരു 6 തലങ്ങൾ കാണാൻ പറ്റും.
ഒന്നാമത്തേത്, ഈ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, അതിനകത്ത് ജീവനുണ്ട്, അതുപോലെ ഫലഭൂയിഷ്ടമായ ഫെർട്ടിലിറ്റി ഉണ്ട്, ഫലദായകത്വമുണ്ട്, സമൃദ്ധിയുണ്ട്, അബണ്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ അഭിവൃദ്ധിയുണ്ട്, ഫ്ലറിഷിംഗ് ഉണ്ട്. അത് എവിടെ ദൈവാനുഗ്രഹം ഉണ്ടോ അവിടെ ഈ 4 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന്, ജീവനുണ്ടാവും. 2, ഫലദായകത്വം, അവിടെ ഫലമുണ്ടാവും. 3, സമൃദ്ധി ഉണ്ടാവും. 4, അഭിവൃദ്ധി ഉണ്ടാവും. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ മന്ന ജനത്തിന് വർഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൻ്റെ കണ്ണിൽ കുർബാന കാണുമ്പോൾ, കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ തന്നെ തരുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസ് തരുന്നതാണ്. അതായത് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുക എന്നുള്ളതാണ്. അത് നമുക്ക് കുർബാനയിൽ കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ജീവൻ കിട്ടുന്നുണ്ട്, ഫലം കിട്ടുന്നുണ്ട്, സമൃദ്ധി, അഭിവൃദ്ധി എല്ലാം കിട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ ബ്ലെസ്സിങ്ങിൻ്റെ, അനുഗ്രഹത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കവനൻ്റൽ ബ്ലെസ്സിങ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആശയമാണ്. അത് ഉടമ്പടിയുടെ അനുഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി ബന്ധത്തിനകത്ത് നിൽക്കുന്നവർക്കാണ് ഈ ബ്ലെസ്സിങ്. ബൈബിളിലെ ബ്ലെസ്സിങ് എല്ലാം എപ്പോഴും ഇറ്റ് ഈസ് ഇൻസൈഡ് എ കവനൻറ്റ്, ഏതെങ്കിലും ഒരു ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യം ഒരു കവനൻ്റാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഉടമ്പടിക്കകത്തേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ചോദിക്കാനുള്ള അവകാശം കിട്ടുകയാണ്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആശയമാണിത്. അതായത് നമുക്കൊരു ഒരു ലീഗൽ ക്ലെയിം കിട്ടുകയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള എ കവനൻ്റൽ റൈറ്റ് നമുക്ക് കിട്ടുന്നതാണ് സത്യത്തിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ. നാലാമതായിട്ട് ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് മറ്റ് ജനതകൾക്ക് നമ്മൾ അനുഗ്രഹമായിട്ട് മാറാനാണ്. അതായത് യു ആർ ബ്ലെസ്ഡ് സോ ദാറ്റ് യു ബിക്കം എ ബ്ലെസ്സിങ്. യു ഗെറ്റ് ബ്ലെസ്സിങ് ആൻഡ് യു ബിക്കം എ ബ്ലെസ്സിങ്. അപ്പോൾ നമ്മൾ അനുഗ്രഹമായിട്ട് മാറാനാണ് സത്യത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അഞ്ചാമത്തേത്, എല്ലാ ദൈവാനുഗ്രഹങ്ങളുടെയും പ്രത്യേകത, ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളെല്ലാം ജനറേഷണലാണ്, തലമുറയായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അത് ഒരു തലമുറ കൊണ്ട് അവസാനിക്കുന്ന അനുഗ്രഹമല്ല. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് 12 മക്കളിലേക്ക്, അങ്ങനെ തലമുറകളായി വർഷിക്കപ്പെടുന്ന അനുഗ്രഹമാണ്. ആറാമത്തേത്, ഏറ്റവും വലിയ ആ അനുഗ്രഹത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ്. നിത്യതയില്ലാത്ത ഈ ഭൂമിയിൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയാലും ആത്മാവ് നശിച്ചു പോയാൽ അത് ദൈവാനുഗ്രഹമായി മാറുന്നില്ല. അങ്ങനെ ഈ 6 തലങ്ങൾ നമ്മൾ മന്ന വർഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണല്ലോ മന്ന സൂചിപ്പിക്കുന്നത്. കുർബാനയുമായി ബന്ധപ്പെട്ട് ഈ ഒരു 6 തലങ്ങൾ നമുക്കുണ്ടാവാൻ പ്രാർത്ഥിക്കാം. ഒന്ന്, ജീവനുണ്ടാവാൻ, അതുപോലെ തന്നെ ഫലദായകത്വം, നമ്മൾ ചെയ്യുന്നതെല്ലാം ഫലം ഉണ്ടാവാൻ, പിന്നെ നമുക്ക് സമൃദ്ധി ഉണ്ടാവാൻ, അഭിവൃദ്ധി ഉണ്ടാവാൻ, അതാണ് ആദ്യത്തേത്. പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം കുർബാനയിലൂടെ നമുക്ക് കിട്ടാൻ. മൂന്നാമതായിട്ട് ഈ ഉടമ്പടിക്കകത്ത് നിൽക്കുന്നതുകൊണ്ട് എല്ലാ അനുഗ്രഹത്തിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ. നാലാമതായിട്ട് നമുക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മാറാൻ. അഞ്ചാമതായിട്ട് നമ്മുടെ തലമുറയിലേക്ക് ഈ അനുഗ്രഹം ഒഴുകാൻ. ആറാമതായിട്ട് നമ്മൾ മരണശേഷം നിത്യതയിൽ എത്തിച്ചേരാൻ. അതിനുകൂടി നമ്മളെ ഈ കുർബാന അർപ്പണം സഹായിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകകൂടി ചെയ്താൽ നമ്മുടെ ഈ ഒരു കുർബാന അർപ്പണം നമ്മുടെ ജീവിതത്തിന് വളരെ ജീവിത ബന്ധമുള്ള അർപ്പണമായിട്ട് മാറും. നമ്മൾ ഈ ദിവസം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചെയ്യണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മൾ ഈ കുർബാനയുമായി ബന്ധപ്പെടുത്തി ദിവ്യകാരുണ്യം ഒരു സ്നേഹത്തിൻ്റെ കൂദാശയാണല്ലോ. ഇത് ഈശോയുടെ സ്നേഹമല്ലേ, ഈശോയുടെ ശരീരരക്തങ്ങൾ നമുക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്നേഹം എന്ന പുണ്യം നമുക്കൊത്തിരി പരിധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയുന്നതിന് ആഗ്രഹിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു ദിവസം പ്രാർത്ഥിച്ചതാണ് വെറുപ്പ് മാറാൻ. കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് നമ്മൾ 1, 2, 3 വ്യക്തികളെ കൃത്യമായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടും ഒത്തുപോകാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റാത്ത ചില വ്യക്തികളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ദിവസം പ്രയോജനപ്പെടുത്താം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 3 പേരെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആരോട് ശത്രുത ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഉള്ളിൽ ഒരു വിഷമം, ഒരു കലർപ്പ്, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു സങ്കടം, അവർ ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു വിഷമം, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് എഴുതി വെച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരാൾക്ക് വേണ്ടി ഒന്ന് ചൊല്ലി, ദൈവമേ അവരോട് എനിക്ക് സ്നേഹത്തോടെ ഇടപഴകാൻ, ഓർക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ചൊല്ലേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ പിതാവിലെ ആ മനോഹരമായ ഭാഗം നമ്മുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് എടുക്കാം. ടാസ്ക്കായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഒരു 3 പേരുടെ പേരെഴുതി വെച്ചിട്ട് നമുക്ക് അവർക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ പരിശ്രമിക്കാം. നാളെ വീണ്ടും നിങ്ങളെ കാണാം എന്ന സന്തോഷത്തോടെ ഇന്ന് ഞാൻ യാത്ര പറയുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാധനയിൽ നമുക്കിതിനു വേണ്ട ആശീർവാദം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമാദിവ്യകാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരാധനയിൽ ദിവ്യകാരുണ്യത്തോട് സ്നേഹം വർദ്ധിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ അപ്പമായി കർത്താവ് തന്നെ നമുക്ക് തരുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മദാനത്തെ അവിടുന്ന് കാണുന്ന അതേ വിലയോടെ കാണാൻ കൃപ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നല്ല കർത്താവേ, പരിശുദ്ധ കുർബാനയിലൂടെയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ ആത്മീയ ഭൗതിക ദാനങ്ങളും വർഷിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. സഭയുടെ എല്ലാ പ്രാർത്ഥനകളും ലക്ഷ്യം വെച്ചിരിക്കുന്നത് പരിശുദ്ധ കുർബാനയാകുന്ന ഈ ആരാധനയിലാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ദിവ്യകാരുണ്യ ബന്ധിതമാകാൻ സഹായിക്കണമേ. ഞങ്ങൾ കുർബാനയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബലിപീഠത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ മാറാതിരിക്കാൻ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ നിരന്തരമായി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ കർത്താവേ, എന്നോടൊപ്പം ചേർന്ന് പരിശുദ്ധ കുർബാനയുടെ മഹത്വത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ അവരെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഏത് വിഷയങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവെ അവർക്ക് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ, സഹായിക്കണമേ. ദൈവക്കാരൻ കാണാൻ ഇടയാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. വഴികളും വാതിലുകളും ദൈവമേ നീ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനും കുർബാനയിൽ ഒരുക്കത്തോടെ പങ്കെടുക്കാനുമുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോവാൻ ഈ ആശീർവാദത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അതിശക്തമായിട്ട് കടന്നു വരട്ടെ. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനും കുർബാനയെ ആരാധിക്കാനും വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കാനുമുള്ള എല്ലാ തടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. പരിശുദ്ധ കുർബാനയ്ക്കെതിരായ തിന്മകളും പാപങ്ങളും നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. അനുഗ്രഹീതമായൊരു ജീവിതം നയിക്കാൻ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൻ്റെ മേഖലകൾ കർത്താവ് അനുഗ്രഹിച്ചുയർത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.